വണ്ടിപ്പെരിയാർ CHSക്ക് മുൻപിൽ കോൺഗ്രസ് നടത്തിവരുന്ന റിലേ ഉപവാസ സമരം 13 ദിനങ്ങൾ പിന്നിടുമ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന്റെ സൂചന. പീരുമേട് വാഴൂർ സോമൻ സമരപ്പന്തലിലെത്തി സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുക, CHCയിൽ കിടത്തി ചികിത്സ പുനരാരംഭിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുൻപിൽ നടത്തിവരുന്ന റിലേ ഉപവാസ സമരം 13 ദിനങ്ങൾ പിന്നിടുകയാണ്. ഈ സാഹചര്യത്തിലായിരുന്നു 13ാം ദിനത്തിൽ പീരുമേട് MLA വാഴൂർ സോമൻ സമരപ്പന്തലിലെത്തി കോൺഗ്രസ് ഏറ്റെടുത്ത സമരം ജനകീയമാവുന്നതോടുകൂടി സമര നേതാക്കൾക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് എത്തിയത്. തങ്ങൾ നടത്തുന്ന സമരവിജയത്തിനായി MLA ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ ഗവൺമെൻറ് ആശുപത്രിയിൽ ഡോക്ടർമാരെ നിയമിക്കണമെന്നും കിടത്തി ചികിത്സ പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന സമരം ഇന്ന് 13ാം ദിവസത്തിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് പീരുമേടിൻ്റെ ബഹുമാനപ്പെട്ട MLA ശ്രീ വാഴൂർ സോമൻ സമരപ്പന്തൽ സന്ദർശിക്കുകയും സമരത്തിന് എല്ലാവിധ പിന്തുണ അർപ്പിക്കുകയും ചെയ്തു. ഈ സമരം ഒരു ജനകീയ സമരമാണ്, ഇത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പീരുമേടിൻ്റെ MLA കോൺഗ്രസ് പാർട്ടി നടത്തുന്ന സമരമായിട്ട് പോലും ഈ സമരപ്പന്തലിലേക്ക് കടന്നു വന്ന് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയും അടിയന്തരമായി ഡോക്ടറെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇടപെടുന്നുണ്ടെന്നും ശക്തമായിട്ടൊന്നുകൂടി ഇടപെടും എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഈ സമരം വിജയിപ്പിക്കുന്നതിന് അടിയന്തരമായി ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹം തുടരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെ ഈ സമരവേദിയിലൂടെ പലവട്ടം കടന്നുപോയിട്ടും അവരെന്നും കാണിക്കാത്ത ഒരു സൗമനസ്യം ഈ സമരസമിതിയോടും സമരത്തോടും പീരുമേടിൻ്റെ MLA കാണിച്ചതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. അദ്ദേഹം തുടർന്നും ഈ സമരം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം നേതൃത്വം നൽകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 13ാം ദിന റിലേ ഉപവാസ സമരം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. INTUC പീരുമേട് റീജിയണൽ പ്രസിഡന്റ് K. സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. തുടർന്ന് വൈകുന്നേരം നടന്ന ഉപവാസ സമര സമാപന യോഗത്തിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് PK ഗോപി അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാ ചെലതുരി സ്വാഗതം ആശംസിച്ച ഉപവാസ സമരത്തിന്റെ സമാപനം കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറി അൻസാരി പുളിമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ഈ സമരം ജനകീയമായ നേതാക്കൾ ഇവിടെ എത്തിച്ചേരുകയും ഈ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തത് ഈ സമരം ഒരു ജനകീയ മുഖം ലഭ്യമായി എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. കേരള നിയമസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പീരുമേട് MLA ഈ കാര്യം ഉന്നയിക്കുകയും അടിയന്തരമായിട്ട് ഡോക്ടർമാരെ നിയമിക്കണമെന്നും അതുപോലെ തന്നെ 24 മണിക്കൂറും ഈ ആശുപത്രിയിൽ സേവനം ലഭ്യമാക്കണമെന്നും നിയമസഭയിൽ ആവശ്യപ്പെട്ടത് ഈ ചരിത്ര സമരത്തിന്റെ ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഷാജി പൈനടുത്ത് ഉൾപ്പെടെയുള്ള ഉദയസൂര്യൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാര് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ നേരിട്ട് കാണുകയും അവർക്ക് നിവേദനം നൽകുകയും ചെയ്തത് വളരെ ഗുണകരമായിട്ടുണ്ട്. ഏതൊക്കെ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ കാര്യത്തിൽ അടിയന്തരമായ ശ്രദ്ധ പതിപ്പിക്കാമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നും നിവേദനം കൊടുത്ത് അന്ന് തന്നെ പറയുകയും ഏതാണ്ട് ഇപ്പോൾ 5 ഡോക്ടർമാര് ഈ ആശുപത്രിയിൽ സേവന സന്നദ്ധരായിട്ട് എത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നമുക്കത് പോരാ, നമുക്ക് 24 മണിക്കൂറും ഈ ആശുപത്രിയിൽ രോഗികൾക്ക് സേവനം ലഭിക്കുന്ന രീതിയിലുള്ള നിയമനങ്ങൾ ഉണ്ടാകണം, സ്ഥിര നിയമനങ്ങളായിരിക്കണം എന്നാണ് നമ്മുടെ മുദ്രാവാക്യം. DCC ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനടത്ത്, R. ഗണേശൻ, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കുഴുവമാക്കൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പഞ്ച നാഗരാജ്, A. ഷക്കീല, സുധാറാണി, K. മാരിയപ്പൻ, നേതാക്കളായ M. ഉദയസൂര്യൻ, ഷാൻ അരുവിപ്ലാക്കൽ, വിഘ്നേഷ് തുടങ്ങിയവർ സമാപന യോഗത്തിൽ പ്രസംഗിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ മരുന്നുകൾക്കും 15 മുതൽ 60% വരെ വിലക്കുറവ്. സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. ഒരു ഫോൺ കോളിൽ മരുന്നുകൾ ഇനി വീട്ടിലെത്തും. ജനറിക് മരുന്നുകൾക്ക് 70% വിലക്കുറവ്. ബ്രാൻഡഡ് മെഡിസിൻസ്, ഫുഡ് സപ്ലിമെന്റ്സ്, സർജിക്കൽ ഐറ്റംസ്, പെറ്റ് ഫുഡ്, ആയുർവേദിക് മെഡിസിൻസ്, കോസ്മെറ്റിക് ഐറ്റംസ്, മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ബേബി കെയർ പ്രൊഡക്ട്സ്. രാത്രി 2 മണി വരെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും മരുന്നുകൾ ലഭ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്,
സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന.